കേരളത്തിലെയും തമിഴ്നാട്ടിലെയും രാഷ്ട്രീയ അന്തരീക്ഷം ചൂടുപിടിച്ചിരിക്കെ കോൺഗ്രസിനുള്ളിലെ മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ തന്നെ നിലപാട് വ്യക്തമാക്കി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP രംഗത്തെത്തിയിരിക്കുകയാണ്. മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് അദ്ദേഹം നിർണായക പ്രതികരണങ്ങൾ നടത്തിയത്. കോൺഗ്രസിനുള്ളിൽ അടുത്ത മുഖ്യമന്ത്രിയെ ചൊല്ലിയുള്ള ചർച്ചകൾ സജീവമാണെന്ന വാർത്തകളോട് തനിക്ക് താല്പര്യമില്ലെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അത്തരം ചർച്ചകൾക്ക് നിലവിൽ യാതൊരു പ്രസക്തിയുമില്ലെന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു. നിലവിൽ പാർട്ടിക്ക് മുന്നിലുള്ളത് തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. തമിഴ് മണ്ണിൽ DMK കോൺഗ്രസ് സഖ്യം വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ തിരിച്ചെത്തുമെന്നും ജനങ്ങൾക്കിടയിൽ അനുകൂല തരംഗമുണ്ടാക്കുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ KC വേണുഗോപാലിനെ പ്രശംസിച്ചുകൊണ്ട് നടത്തിയ പരാമർശവും ചർച്ചയായിട്ടുണ്ട്. വേണുഗോപാൽ മിടുക്കനാണെന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ. എന്നാൽ ഈ പ്രശംസയോടും തന്ത്രപരമായ അകലം പാലിക്കാനാണ് വേണുഗോപാൽ ശ്രമിച്ചത്. ഇത്തരം വ്യക്തിപരമായ പരാമർശങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് വെള്ളാപ്പള്ളിയോട് തന്നെ മറുപടി ചോദിക്കണമെന്നും തനിക്ക് ഇതിൽ താല്പര്യമില്ലെന്നും അദ്ദേഹം മറുപടി നൽകി. സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്നും ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കടന്ന വേണുഗോപാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉന്നയിച്ചത്. പ്രധാനമന്ത്രി പദവി മോദി ദുരുപയോഗം ചെയ്യുന്നുവെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ദൂരദർശനിലൂടെ മോദി നടത്തിയത് വെറും രാഷ്ട്രീയ പ്രസംഗമായിരുന്നുവെന്ന് വേണുഗോപാൽ പറഞ്ഞു. ഔദ്യോഗിക പദവി രാഷ്ട്രീയ പ്രചാരണത്തിനായി ഉപയോഗിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വനിതാ സംവരണ ഭേദഗതി ബില്ലിനെ കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ അവകാശവാദങ്ങൾ വെറും നാടകമാണെന്നാണ് കോൺഗ്രസ് നേതാവിന്റെ പക്ഷം. സ്ത്രീകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു ഗൂഢ പദ്ധതിയാണിതെന്ന് അദ്ദേഹം ആരോപിച്ചു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം വെട്ടിക്കുറയ്ക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും സീറ്റുകൾ കുറയ്ക്കാനുള്ള മോദിയുടെ ശ്രമം ഇന്ത്യ സഖ്യം തിരിച്ചറിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. മോദിയുടെ വിഘടനവാദത്തെയും കുതന്ത്രങ്ങളെയും തമിഴ് മണ്ണിൽ നേരിടാൻ മുഖ്യമന്ത്രി MK സ്റ്റാലിനെ പോലെയുള്ള കരുത്തരായ നേതാക്കളുണ്ട്. ലളിതമായ സംസ്കാരവും ജനകീയ ഭരണവുമാണ് സ്റ്റാലിന്റേത്, വേണുഗോപാൽ പ്രശംസിച്ചു. നേർക്കുനേർ നേരിടാൻ കഴിയാത്തതുകൊണ്ട് തമിഴ്നാടിനെ വലിഞ്ഞു മുറുക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് നൽകേണ്ട 2000 കോടി രൂപയുടെ ഫണ്ട് നൽകാതെ തമിഴ്നാടിനെ സാമ്പത്തികമായി ഞെരുക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഒറ്റയ്ക്ക് പോരാടി ജയിക്കാൻ കഴിയില്ലെന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ് BJP ഇപ്പോൾ AIADMK കൂട്ടുപിടിക്കുന്നത്. ഇതൊരു അട്ടിമറി ശ്രമമാണെന്നും പക്ഷേ തമിഴ് ജനത ഇത് തിരിച്ചറിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വനിതാ സംവരണത്തിൽ കോൺഗ്രസിന്റെ പാരമ്പര്യം അദ്ദേഹം ഓർമ്മിപ്പിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് 50% സംവരണം കൊണ്ടുവന്നത് രാജീവ് ഗാന്ധിയുടെ ദീർഘവീക്ഷണമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പോഴത്തെ BJP സർക്കാരിന് ആത്മാർത്ഥതയുണ്ടായിരുന്നുവെങ്കിൽ പഴയ വനിതാ സംവരണ ബിൽ പാസ്സാക്കുകയായിരുന്നു വേണ്ടത്. പകരം പുതിയ നിബന്ധനകൾ വെച്ച് സ്ത്രീകളെ 2ാം തരം പൗരന്മാരാക്കുകയാണെന്നും വേണുഗോപാൽ വിമർശിച്ചു. സംസ്ഥാനങ്ങളുടെ അധികാരം കവർന്നെടുക്കാനാണ് കേന്ദ്രം നിരന്തരം ശ്രമിക്കുന്നത്. ഫെഡറൽ സംവിധാനത്തെ തകർത്ത രാജ്യത്തെ തനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെട്ടിമുറിച്ച് ഭരിക്കാനാണ് മോദി നോക്കുന്നത്. എന്നാൽ ഇന്ത്യ സഖ്യം രൂപപ്പെട്ടതോടെ മോദിയുടെ ഈ ഗൂഢപദ്ധതികൾ പാളിയെന്നും പ്രതിപക്ഷം ഒരുമിച്ച് നിൽക്കുന്നത് കേന്ദ്രത്തെ ഭയപ്പെടുത്തുന്നുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വിശദീകരിച്ചു. തമിഴ്നാട്ടിൽ വന്ന് വോട്ട് ചോദിക്കാൻ BJPക്കോ നരേന്ദ്രമോദിക്കോ ഒരു അവകാശവുമില്ല. തമിഴ് സംസ്കാരത്തെയും ജനതയും അവഗണിച്ചവർക്ക് അവിടുത്തെ ജനങ്ങൾ ബാലറ്റിലൂടെ മറുപടി നൽകും. സ്ത്രീകളെ വെറും വോട്ട് ബാങ്കായി മാത്രം കാണുന്ന സമീപനത്തിനുള്ള തിരിച്ചടി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ മോദി സർക്കാർ ഏറ്റുവാങ്ങുമെന്നും KC വേണുഗോപാൽ മുന്നറിയിപ്പ് നൽകി. തമിഴ്നാട് തിരഞ്ഞെടുപ്പ് ഫലം രാജ്യത്തെ രാഷ്ട്രീയഗതി മാറ്റുമെന്നും സഖ്യകക്ഷികൾക്കിടയിൽ പൂർണ്ണമായ ഐക്യമുണ്ടെന്നും അദ്ദേഹം ആവർത്തിച്ചു. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്ക് മറുപടി പറയാതെ ദേശീയ പോരാട്ടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംഭാഷണം അവസാനിപ്പിച്ചത്.